പാറക്കൂര എന്നൊക്കെ പറയുമ്പോൾ വലിയ ലാഭം ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്സാണ്. ആ ബിസിനസ് എല്ലാം ഉപേക്ഷിച്ച് കൃഷിയിൽ മികച്ച വിജയം നേടിയ മനുഷ്യനാണ് സുധീർ ചേട്ടൻ. ചേട്ടാ നമസ്കാരം, എന്താണ് വിശേഷം? ചേട്ടൻ ഈ പാറക്കൂരയെ കുറിച്ച് അതുപോലെ തന്നെ കൃഷിയെ കുറിച്ച് അറിഞ്ഞിട്ട് വന്നതാണ്. എന്തൊക്കെയാണ് കൃഷി? ഒരുപാട് നമ്മളിപ്പോൾ ഇവിടെ കൂടുതലായിട്ട് ചെയ്തിരിക്കുന്ന പഴവർഗ്ഗങ്ങളാണ്. നമ്മൾ അപ്പുറത്തൊക്കെ പച്ചക്കറി ചെയ്തെങ്കിൽ ഇവിടെ പഴവർഗ്ഗങ്ങൾ, റംബൂട്ടാൻ, പ്ലാവ്, അതേപോലെ മാങ്കോസ്റ്റ് ഇവിടെ ഇല്ല, പേര. രണ്ടു വശവും അത് ഗംഭീര കുളമല്ലേ? ആഴമുണ്ടോ? നല്ല ആഴമുണ്ട്, നല്ല ആഴമുണ്ട്. വെള്ളം നമുക്ക് നമ്മുടെ ഈ നാട്ടിലേക്കുള്ള എത്ര വെള്ളം വേണമെങ്കിലും ഞങ്ങൾക്ക് കൊടുക്കാൻ സ്റ്റോക്ക് കൂടെ വെള്ളമുണ്ട്. അങ്ങനെയാണ് കൃഷിയിലേക്ക് മാറിയല്ലേ? കൃഷിയിലേക്ക് മാറാനുള്ള കാരണം ഈ വെള്ളം കണ്ടുകൊണ്ടാണ്. അതായത് ഇവിടെ റംബൂട്ടാന്, പ്ലാവ്, എല്ലാ തരത്തിലുള്ള പഴവർഗ്ഗങ്ങളും കൂടി ചേർന്ന ഒരു തോട്ടം. അതെ അതെ അതെ, എല്ലാം ഉണ്ട്. നമ്മളിവിടെ ഇപ്പോൾ ഒരുപാട് സൈസ് പ്ലാവ് വെച്ചിട്ടുണ്ട്. നല്ല നല്ല NAT ആണ്, നല്ല മധുരമാണ്. നല്ല വരിക്കയാണ്. നല്ല വിലയും കിട്ടും. ഇപ്പൊ 200 രൂപ വില കിട്ടും നമുക്ക്. വിപണിയിൽ കിട്ടുന്ന 200 രൂപ, പുറത്ത് വയ്ക്കുന്ന 250-300 രൂപ ആൾക്കാർ വിൽപ്പനയുണ്ട്. നമുക്ക് 200 രൂപ കഴിഞ്ഞ വിപണിയിൽ തന്നെ 250 രൂപ വരെ കിട്ടും. ഗംഭീര സാധനം കേട്ടോ. ഈ പാറക്കോറി ഉപേക്ഷിച്ച് നന്നായി. അതായത് ഞങ്ങളെ പോലുള്ളവർക്ക് നല്ല റംബൂട്ടാനും നല്ല പച്ചക്കറിയും കഴിക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പം എല്ലായിടത്തും സീസൺ ആവുന്നേ ഉള്ളൂ. ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് ഇപ്പം ഞാൻ റംബൂട്ടാൻ വിറ്റ് കഴിഞ്ഞു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതിൻ്റെ പച്ചക്കറി കൃഷിയാണ്. ഗംഭീരമായിട്ട് പയറവിടെ വളർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. നമ്മളിപ്പം അവിടുത്തെ കൃഷി കണ്ടു. ഇനിയിപ്പം ഇവിടെയൊക്കെ വരുമ്പോൾ നിറഞ്ഞു നടക്കുന്ന പയറാണ്. പയർ മാത്രമേ ഉള്ളോ? പയർ മാത്രമല്ല, ഒരുപാട് സൈസ് കൃഷിയുണ്ട്. ചേനയുണ്ട്, പിന്നെ പാവല് ഇപ്പോൾ ഇട്ടത് കഴിഞ്ഞു. ഇപ്പം നമ്മൾ അടുത്തതായിട്ട് ഇപ്പം നിലവിൽ തീർന്ന് കിടക്കുന്ന ഇതൊക്കെയാണ്. ഇപ്പോൾ പുതിയത് പച്ചക്കറിയിൽ വെണ്ട കിടപ്പുണ്ട്. ഇനി അതായത് നാരകത്തിൻ്റെ കൃഷിയുണ്ട് വലുതായിട്ട്. നമുക്ക് കുറേ ലാഭമുണ്ടെന്ന് പറയാൻ കാരണം ഇതൊന്നും ജോലിക്കാരെ കൊണ്ട് ചെയ്യിച്ചതല്ല, നമ്മൾ സ്വന്തമായിട്ടാണ് ഈ ട്രിപ്പ് എല്ലാം ചെയ്തിരിക്കുന്നത്. അതിനകത്തൊരു വലിയ ലാഭം അതിനകത്ത് തന്നെ ഉണ്ട്. അങ്ങനെ വെള്ളത്തിന് ക്ഷാമമില്ല. കൃഷി ചെയ്യുന്നതിന് വെള്ളമാണ് ഏറ്റവും ബുദ്ധിമുട്ട്, പക്ഷെ അതിൽ നമുക്ക് ക്ഷാമമില്ല. പാറക്കോറിയിലെ കൃഷിയിടത്തിൽ നിന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കടയിലാണ്. ഇവിടെ ചക്കയുടെ ഉൽപ്പന്നങ്ങളാണ്. ചക്കയ്ക്കകത്ത് നിന്ന് നമുക്ക് എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമോ അവയെല്ലാം ഉണ്ടാക്കും. നമ്മുടെ ചക്കമുള്ളു കൊണ്ടുണ്ടാക്കുന്ന പൽപ്പൊടിയാണിത്. ഇനി ചക്കയുടെ കുരുവിനകത്ത് നിന്ന് കാപ്പിപ്പൊടി. ഇത് ചക്ക ദാഹശമനിയായിട്ട് ഉപയോഗിക്കാം. എല്ലാ തരത്തിലുള്ള മാനസികമായിട്ടുള്ള ടെൻഷനൊക്കെ ഒഴിവാക്കി കൃഷിയിലേക്ക് വന്ന് നന്നായി മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 8 വർഷമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനാണ്. അതായത് അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.